الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا ونشهد أن لا إله إلا الله وحده نصر عبده وأعز جنده وهزم الأحزاب وحده اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയും സ്നേഹാദരണീയരായ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ആദർശ വഴിയിൽ ജീവിതം സമർപ്പിച്ച സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സസൂക്ഷ്മം സംതൃപ്തിയോടെ ജീവിതത്തിൽ പുലർത്തി മുമ്പോട്ട് പോകണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് മാനസികമായ അസ്വസ്ഥതകളാണ്. മാനിപ്പുലേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഇത്തരം അസ്വസ്ഥതകളെ മറികടക്കാൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് ഈ ഒരു അസ്വസ്ഥതയെ മറികടക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ ഏറ്റവും സുന്ദരമാക്കി മാറ്റുകയും ചെയ്യും. എന്താണ് അതിനെ കുറിച്ച് നമ്മൾ എത്ര പേർക്ക് ധാരണയുണ്ട്, ബോധ്യമുണ്ട്? ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനാണ് ഈ ഖുതുബയിൽ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ചില ടെർമിനോളജികൾ, സക്സസ്, ഹാപ്പിനെസ്, ഇങ്ങനെ കുറേ ടെർമിനോളജികൾ പൊതുവെ അതിൻ്റെ ഡെഫിനിഷൻ അത് ഓരോരുത്തർക്കും അവരായിട്ട് പല ഡെഫിനിഷനുകളും പറയും, അല്ലെ? ഒരു കൃത്യമായ ഒന്നും പലപ്പോഴും നിർവചിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നിർവചിക്കാൻ ഏറ്റവും അർഹൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ
മനുഷ്യരുടെ സൃഷ്ടാവായ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവാണ്. അങ്ങനെ അള്ളാഹു ജീവിതത്തിൽ വിജയിച്ച ആളുകളെ കുറിച്ച് സൂറത്തുൽ ഹജ്ജിൽ പറയുന്നുണ്ട്. ആ വിജയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാവേണ്ട ഒരു സംഗതി, യഥാർത്ഥ വിജയം നമ്മൾ ആഗ്രഹിക്കുന്ന എവിടെയാണ്? പരലോകത്താണ്, അല്ലെ? ഈ പരലോകത്തെ വിജയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ആളുകളെ ഖുർആൻ പരിചയപ്പെട്ട് നമുക്ക് കാണാം. ഒന്ന്, നമ്മൾ വലതുപക്ഷക്കാർ, ഇടതുപക്ഷക്കാർ, അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ഷിമാൽ, ഇതാണ് നമ്മൾ പൊതുവെയുള്ള കാറ്റഗറി. പക്ഷെ ഇതിൽ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ടുന്നൊരു കാറ്റഗറി ഉണ്ട്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാം കഴിഞ്ഞാൽ അതിൽ വിജയികളുണ്ടാകും, പരാജയപ്പെട്ടവരുണ്ടാകും. പക്ഷെ അതിൽ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നവർ ആ വിജയികളിലെ തന്നെ ടോപ്പേഴ്സ്, അല്ലെ? പരാജയപ്പെട്ടവരിലെ ടോപ്പേഴ്സ് ആണ് നമ്മൾ നോക്കാറില്ല, വിജയികളിലെ ടോപ്പേഴ്സ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നൊരു കാര്യമാണ്, അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ഇങ്ങനെ പരലോകത്ത് ടോപ്പേഴ്സായ മനുഷ്യന്മാരുണ്ട്. അവരാണ് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച ആളുകൾ. ശരിക്കും അതിലും നമ്മൾ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം ഇല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ വല്ലാതെ റിഗ്രറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടായി തീരുകയില്ല. അതിലേക്കും എത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പറയാൻ പോകുന്ന സംഗതി നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത്. വിശ്വാസികളോട് പറയാണ്, നമ്മൾ ഡയറക്റ്റ് അള്ളാഹു സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം. കാരണം ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഉം സുജൂദും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. വഫഅലുൽ ഖൈർ, മൂന്നാമത് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഖൈർ ചെയ്യുക, ഖൈർ പ്രവർത്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാനുള്ള വഴി അതാണ്. ഇവിടെ വളരെ ക്രിസ്പായിട്ട് സംഗതികൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ആദ്യം അള്ളാഹു പറഞ്ഞ സംഗതി എന്താണ്? ഇർകഉ വസ്ജുദു, നിങ്ങൾ അള്ളാഹുവിന് റുകൂഉം സുജൂദും ചെയ്യുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓർമ്മയിലേക്ക് വരിക എന്താ? ഞാൻ ഡെയിലി എത്ര സമയം നമസ്കരിക്കുന്നുണ്ട്, അങ്ങനെ ഓർമ്മയിൽ വരിക. സവിശേഷമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ഡെയിലി റൊട്ടീൻ എന്നതിനേക്കാൾ അപ്പുറം ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട ഒരു പരിവർത്തനമുണ്ട്. ഞാനത് അങ്ങനെ പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ തോന്നും ഞാനിങ്ങനെയൊക്കെ നമസ്കരിക്കുന്നുണ്ട്, അല്ല പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ബെറ്റർ ആണ്, അപ്പൊ എൻ്റെ എല്ലാം ഓക്കെ ആയി എന്നൊരു തോന്നൽ പക്ഷേ നമ്മൾ ഉണ്ടാക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാം ആഗ്രഹിക്കുന്ന എന്താ? ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇതിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. ഖുർആൻ ഇറങ്ങിയ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാവും. കാരണം അറബികൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആകാശങ്ങൾ സൃഷ്ടിച്ച ആരാണ്? നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആരാണ്? വെള്ളം തരുന്ന ആരാണെന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? ലയഖൂലുന്നല്ലാഹ്, പടച്ചോൻ തന്നെയാണ്, ഒരു സംശയമില്ല. ആരാ പറയുന്നത്? അബൂ ലഹബും അബൂ ജഹലും ഉത്ബയും ഷൈബയും പോലുള്ള ആളുകളൊക്കെ പറയാ അത് പടച്ചോൻ തന്നെയാണ്, അത് അള്ളാഹു ആണ്. പക്ഷേ ഇങ്ങനൊരു ധാരണ ഉണ്ടായിരിക്കെ തങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നതിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചില്ല. അല്ലെങ്കിൽ തൗഹീദിന്റെ പൂർണ്ണമായ ആശയത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇതാണ് അവർക്ക് സംഭവിച്ച അബദ്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിൽ ഞാൻ ഓതി വെച്ച ആയത്തിൽ 2 കാറ്റഗറി ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. 2 തരം ആളുകൾ വിശ്വാസ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ഒന്ന്, ഒരു വിഭാഗം ആളുകൾ, ഇവരാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആളുകൾ. അവരുടെ ഒരു പ്രത്യേകത പറയാട്ടോ, അവർക്ക് വല്ല പ്രയാസം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ട്, സാമ്പത്തികമായിരിക്കാം, ആരോഗ്യപരമായിരിക്കാം, അതൊന്നും തങ്ങൾക്കാകാം, മക്കൾക്കാകാം, കുടുംബക്കാർക്കാകാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താ? ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, അപ്പൊ പടച്ചവനോട് ഭയങ്കര ബന്ധമായിരിക്കും. കാരണം എന്റെ മുമ്പിലുള്ള ഭൗതികമായ ഓപ്ഷനുകളൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് തിരിയുമ്പോ മനുഷ്യന് പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അള്ളാഹിനെ ഓർക്കും, അള്ളാഹിനോട് വല്ലാത്ത ബന്ധമായിരിക്കും, പ്രാർത്ഥനയായിരിക്കും, അല്ലെ? പക്ഷേ നമ്മൾ വിലയിരുത്താൻ വേണ്ടി അള്ളാഹു പറയുന്നത്, പക്ഷെ പിന്നെ നിഅമത്ത് കിട്ടിയാലോ, അനുഗ്രഹം കിട്ടിയാലോ, പിന്നെ അങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചെന്ന തോന്നൽ പോലും ഉണ്ടാവില്ല. ചിലപ്പോഴും കിട്ടിയ അനുഗ്രഹത്തിൽ, അല്ലെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഈ ഹീലിംഗ് പവർ, ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും,
ഹീലിംഗ് എന്ന പ്രോസസ്സ് യഥാർത്ഥം ചെയ്യുന്ന ആരാണ്? അള്ളാഹു ആണ്. ആ ബോധ്യം നമുക്കുണ്ടാവണം. ഹീലിംഗ് എന്ന പ്രോസസ്സ് ചെയ്യുന്നതാരാണ്? അള്ളാഹു ആണ്. യഥാർത്ഥത്തിൽ അതിലേക്ക് എത്താനുള്ള വഴികൾ നമുക്ക് തുറന്നു തരികയാണെന്ത്? ലോകത്ത് എത്ര വലിയ ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്താണ് അതിലേക്ക് എത്താനുള്ള വഴികൾ നമുക്ക് തുറന്നു തരണം. ഹീലിംഗ് എന്ന പ്രോസസ്സ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആരിലൂടെയാണ്? അത് അള്ളാഹു ആണ് ചെയ്യുന്നത്, അല്ലെ? പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു ഏത് കാര്യത്തിലും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയാണ്, ഇതൊരു വിഭാഗം ആളുകൾ കേട്ടോ, അങ്ങനെ റബ്ബിനെ മറക്കുന്ന ആളുകൾ. അമ്മൻ ഹുവ ഖാനിതുൻ, അവർ കംപ്ലീറ്റ് അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അന അല്ലൈലി സാജിദൻ, അത് എവിടെയാ കാണാ? രാത്രിയിൽ അവർ എഴുന്നേറ്റ് നിന്ന് സുജൂദിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകം അവർ സുജൂദ് ചെയ്യുന്നവരായിരിക്കും. വഖായിം എന്ന് നമസ്കരിക്കുന്നതായിരിക്കും. യഹ്ദറുൽ ആഖിറ, അവരെപ്പോഴും ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കും, റിയൽ ലൈഫിനെ കുറിച്ച് അവർ ആലോചിക്കും. വയർജു റഹ്മത റബ്ബിഹി, അവരെപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഈ സുജൂദ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനാണ് സുജൂദ് ചെയ്യുന്നത്. ഇത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് തന്റെ ചുറ്റുമുള്ളവരുടെ അപ്രീസിയേഷൻ അല്ല, അല്ലെങ്കിൽ അവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നതല്ല അവരുടെ കൺസേൺ. എന്റെ റബ്ബ് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അള്ളാഹുവിന്റെ റഹ്മത്താണ് അവർ എപ്പോഴും ആഗ്രഹിക്കുക. അള്ളാഹു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. കുൽ, അല്ല നിങ്ങൾ തന്നെ പറയ് ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഈ തിരിച്ചറിവ് കിട്ടിയവരും അല്ലാത്തവരും ഈക്വൽ ആണോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, അള്ളാഹു പറയുന്ന കാര്യം എന്താണോ? ഈ തിരിച്ചറിവ് കിട്ടുന്ന ആളുകളാണ്, ഖുർആനിലെ ഒരു പ്രയോഗമാണ്, ജീനിയസ് ആളുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ന് പറഞ്ഞാല് ഈ തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥ വിജയികളായി മാറുക. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ജീവിതത്തില് നല്ലൊരു ശതമാനം വിശ്വാസികളെന്ന് വാദിക്കുന്ന ആളുകളും ഈ അർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയാത്ത ആളുകളാണ്, അള്ളാഹുവിനെ സമർപ്പിക്കാത്ത ആളുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുക ഇങ്ങനെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടുവല്ലോ, അല്ലെ? ഒറ്റപ്പെട്ടുവല്ലോ. ചിലപ്പോൾ കൂടുതൽ ആളുകൾ പറയുന്നത്, ഓ വലിയ മുത്തഖി വന്നിരിക്കുന്നു, അല്ലെ? എങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എന്തെങ്കിലും കളിയാക്കും, പരിഹസിക്കും. അള്ളാഹിന്റെ നിയമങ്ങൾ പാലിക്കുമ്പോ ഇവൻ ഔട്ട്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവനാണ് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പരിഹസിക്കും, സമൂഹം കുറ്റപ്പെടുത്തും. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടു പോലെ. അങ്ങനെയല്ല കേട്ടോ ഒരിക്കലും. മറിച്ച് യഥാർത്ഥത്തിൽ ആരാണോ ഇതിനെ പരിഹസിക്കുന്നവര് അവരാണ് ഒറ്റപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവലം യറൗ, അല്ല അവർ കാണുന്നില്ലേ? ഇലാ മാ ഖലഖല്ലാഹു മിൻ ഷൈ, അള്ളാഹു സൃഷ്ടിച്ച ഏത് വസ്തുക്കളും, പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളും, നമ്മൾ ജീവനുണ്ടെന്ന് നിർജീവമെന്ന് പറയുന്ന ഏത് വസ്തുക്കളും, യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇൽ, അതിന്റെ നേളുകൾ, അല്ല എല്ലാത്തിനും നേളുകൾ ഉണ്ടല്ലോ, ആർക്കും അത് തടയാൻ സാധിക്കില്ലല്ലോ. വലത്തും ഇടത്തൊക്കെ ഇങ്ങനെ മാറി മാറി നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ് നടത്തുന്നത്? സുജ്ജദൻ ലില്ലാഹ്, അത് പടച്ചവന്റെ സുജൂദാണത്. ഈ നേളുകൾ എന്ന് പറയുന്നത്, അല്ലെ, ആരും ആഗ്രഹിച്ചിട്ടല്ല സംഭവിക്കുന്നത്, അള്ളാഹുവിനുള്ള സുജൂദുകളാണത്. വഹും ദാഖിറൂൻ, അതിലൊരു ക്വാളിറ്റി എന്താണ്? അവർ പൂർണ്ണമായ വണക്കത്തോടുകൂടി വിനയാന്വിതമായി അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയാണ്. ലോകത്തുള്ള ഏത് മനുഷ്യനും, ചിലപ്പോ ഏത് ജീവജാലങ്ങളും, ജീവനുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, മനുഷ്യൻ പോലും പടച്ചവനെ ധിക്കരിക്കുമ്പോഴും അവന്റെ ശരീരം, അവന്റെ ആത്മാവ്, അല്ലെങ്കിൽ അവന്റെ നേലുകൾ പോലും റബ്ബിന് സുജൂദ് ചെയ്യുന്നുണ്ടാകും. എന്ന് പറയാണ്, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബ്ബ. ദാബ്ബ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ലിവിംഗ് ക്രിയേച്ചർ, ഏത് ജീവനുള്ള വസ്തുവും എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, ആകാശങ്ങളിലതും ഭൂമിയുള്ളതും. വൽ മലായിക, മലക്കുകളും, വഹും ലാ യസ്തക്ബിറൂൻ, ഒരിക്കലും അഹങ്കരിക്കൂല. അല്ലെ, ഈ സുജൂദ് മനുഷ്യനുണ്ടാക്കുന്ന ഒരു ക്വാളിറ്റി എന്താ? ഒരിക്കലും അഹങ്കരിക്കൂല. കാരണം ഞാൻ ഒന്നുമല്ലെന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ അവൻ ആത്മാർത്ഥമായി സുജൂദ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഒരു കാട്ടിക്കൂട്ടല്ലട പറഞ്ഞത്, ഞാൻ ഒന്നുമല്ലെന്ന ബോധ്യം, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ റബ്ബ് തന്നതാണെന്ന തിരിച്ചറിവ്. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫഅലൂന മാ യുഅ്മറൂൻ. അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദ് അവരുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യും. എന്താണ്? എപ്പോഴും പടച്ചവനെ ഓർക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാ യുഅ്മറൂൻ, അള്ളാഹു കൽപ്പിച്ചത് മാത്രമേ അവർ ചെയ്യുള്ളൂ. സ്വന്തം ഇഷ്ടങ്ങൾ അവർ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ പണയം വെക്കും, അല്ലെ? എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തില് സുജൂദ് ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചമകിലം നമ്മുടെ കൂടെ ഉണ്ട്. ആകെ ഉണ്ടാവുന്നതാണ്, അല്ലെ, അള്ളാഹുവിന്റെ പ്രവിശാലമായി പ്രപഞ്ചത്തിലെ വളരെ ചെറിയ, എന്റെ 0.1% അല്ല, വളരെ വളരെ ചെറിയ ഈ ഭൂമിയിലെ വളരെ ചെറിയ ഈ മനുഷ്യരെന്ന് പറയുന്ന അതിലൊരു വിഭാഗം മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ കൂടെ എടുക്കും. മറിച്ച് പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രോസസ്സിൽ
ഭാഗവാക്കാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഈ അർത്ഥത്തില് യഥാർത്ഥ മുഅ്മിനുകളായി മാറാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈമാന്റെ അടയാളങ്ങൾ നമ്മൾ പ്രതിഫലിച്ച് കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രതിഫലിച്ച് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതെങ്ങനെ പ്രതിഫലിക്കുക, നമ്മുടെ മൈൻഡ് സെറ്റിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. സവിശേഷമായിട്ട് നമ്മുടെ സമ്പത്ത്, ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നമുക്കത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയില് അല്ലാഹു വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ശരിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി മാറും. എന്താ പറയുന്നത്? ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സൂറത്ത് തൗബയിൽ 111-ാമത്തെ ആയത്താണ്. അതായത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നോ, ആത്മാർത്ഥമായി പറഞ്ഞവന്റെ ബോധ്യം അവന്റെ സമ്പത്തും അവന്റെ നഫ്സും അള്ളാഹ് വാങ്ങി. ഇസ്തറ എന്ന് വെച്ചാൽ വാങ്ങിക്കഴിഞ്ഞു അല്ലെ. ഞാനിപ്പോ ഈ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി വന്നു, പിന്നെ അയാൾ ഒന്ന് പറയുകയാണെന്ത് അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ലോ പ്രകാരം എന്താണ്, തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ടോ? ഇല്ല, ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞു അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടേതൊക്കെ ആരുടേതാണ്? നമ്മുടേതല്ല, അള്ളാഹുവിൻ്റെത്. നമ്മുടേതൊക്കെ നമ്മൾ പറയുന്ന അല്ലെ, എന്റേത് എന്ന് നമ്മൾ പറയും. എന്റെ കാല്, എന്റെ കൈ, എന്റെ കണ്ണ്, എന്റെ ബിസിനസ്, എന്റെ മക്കള്, എന്റെ വീട്, ഇങ്ങനൊക്കെ എന്റേന്ന് പറഞ്ഞു തുടങ്ങിയാൽ എത്രയോ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ബോധ്യം എന്താണ്? ഇത് എന്റേതല്ല, എന്റെ റബ്ബ് എനിക്ക് ഔദാര്യമായി തന്നതാണ്. അതുകൊണ്ട് തന്നെ യുഖാതിലൂന ഫീ സബീലില്ലാഹി വയഖ്തുലൂന വയഖ്തലൂൻ, അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടുന്ന ആളുകളാണ്. വഅദൻ അലൈഹി ഹഖൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അല്ലാഹ് പറഞ്ഞ എന്താ? നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ നഫ്സ്, അത് അല്ലാഹു സ്വർഗത്തിന് പകരമായി നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല്, ഇവിടെ എനിക്ക് പറയാൻ തോന്നിയൊരു സംഗതി, വഅദൻ അലൈഹി ഹഖ്, ഈ വാഗ്ദാനം സത്യമാണ്. ആ വാഗ്ദാനം എപ്പോഴും പുലരാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അത് തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും ഒക്കെ പറഞ്ഞാണ്. ഒമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണോ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അള്ളാനെ പോലെ വാഗ്ദാനം പാലിക്കുന്നവനായി വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവൂല അല്ലെ. അള്ളാഹുവിനെ പോലെ വാഗ്ദാനം പാലിക്കുന്നതിന് വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഒരിക്കലുമില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണോ, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ എത്ര അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അത്ര കോൺഫിഡൻസും അള്ളാഹുവിനില്ല. ഞാനൊരു ഒരു ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പറയാം. നമ്മുടെ ചുറ്റും പലവിധ ഇടപാടുകൾ നടക്കും അല്ലെ. ബിസിനസ് വളരെ നല്ലൊരു സംഗതി, നമ്മൾ ഹുത്തുബയിൽ പറഞ്ഞിരുന്നു. പക്ഷേ പലപ്പോഴും ആളുകൾ വിശ്വസിച്ചേൽപ്പിക്കും. ചില ആളുകൾ അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വളരെ ഉത്തരവാദിത്വമില്ലാതെ അല്ലെ, ആളുകൾക്ക് പൈസ വാങ്ങി എന്ത് ചെയ്യുന്നു, ഉത്തരവാദിത്വ ബോധമില്ലാതെ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട്. തട്ടിപ്പുകൾ നടക്കുന്നൊക്കെ കാണുന്നുണ്ട്. നല്ല ബിസിനസ്സുകളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ, അത് വളരെ ഒരു സൽക്കർമ്മം തന്നെയാണത്. പക്ഷേ എന്നിരുന്നാൽ എത്ര പഠിച്ചാലും വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, കുഴിയിൽ ചാടുന്ന മനുഷ്യർ നമ്മൾ കാണും അല്ലെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക്, നിങ്ങളുടെ സമ്പത്തൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തരും. എങ്ങനെ? ഇരട്ടി ഇരട്ടിയായിട്ട്, അവന്റെ ഔദാര്യമായിട്ട് തരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹു ചോദിക്കാണ്, നിങ്ങൾ പറയും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പോലെ വാഗ്ദാനം പാലിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഫസ്തബിശ്ശിറൂ ബിബൈഇകും അല്ലദീ ബൈഅതും ബിഹി, ഈ കച്ചവടത്തിൽ ഇങ്ങനെ പറയുന്നത്, കച്ചവടം തന്നെ പറഞ്ഞത്, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇടപാടിൽ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. വദാലിക ഹുവൽ ഫൗസുൽ അലീം. അതായത് ഇങ്ങനെ ലൈഫില് ജീവിതം മൊത്തം അള്ളാഹുവിന് കൊടുക്കുന്ന ആളുകൾ ആണ് യഥാർത്ഥ വിജയികൾ. അവരുടെ നേരത്തെ പറഞ്ഞ സാബിഖ്യങ്ങളിൽ പെടുക. ഫൗസുൽ അലീം വെച്ചാൽ മഹത്തായ വിജയമാണിത്. അവരുടെ ക്വാളിറ്റി പറയുന്നത് ശ്രദ്ധിക്കാനുണ്ടോ? വിശദീകരിക്കാതെ പറയാം, അത്തൈബൂൻ, അവർ തെറ്റ് ചെയ്യാത്തവരെന്നല്ല, ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് മടങ്ങുന്നവരാണ് അവർ. ആബിദൂൻ, ആബിദുകളാണ്, നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അൽ ഹാമിദൂൻ, അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആളുകൾ. അസ്സായിഹൂൻ, സായിഹ് എന്ന് പറഞ്ഞാല് പടച്ചവന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ. സ്വായിമൂൻ എന്ന വ്യാഖ്യാനവും മുഹസിൽ കൊടുക്കുന്നുണ്ട്. അതായത് അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുക. അത് അള്ളാഹിന്റെ മാർഗത്തിലുള്ള ദഅവത്താകാം, ബിസിനസ് യാത്രകളാവാം, അറിവ് പ്രചരിപ്പിക്കാനാവാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ, അല്ലാണ്ട് വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുള്ള ഒരു ദീനല്ല. സാജിദൂൻ, പ്രത്യേകം പറയുന്നത് റുക്കുവും സുജൂദും ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പൂർണ്ണമായി സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾ. ആമിറൂന ബിൽ മഅറൂഫ് വന്നഹൂന അനിൽ മുൻകർ വൽഹാഫിളൂന ലിഹുദൂദില്ലാഹി വബശ്ശിരിൽ മുഅ്മിനീൻ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അള്ളാഹു പറഞ്ഞ അതിരുകൾ പാലിച്ചു പോകുന്ന ആളുകളാവുന്നവർ അള്ളാഹു അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ. സാദാസീദാ മുസ്ലിങ്ങളായി ജീവിക്കുന്നവരാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ അറിയുകയും അവന് സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണോ നമ്മൾ എന്ത് ചെയ്യണം?
ഇടയ്ക്ക് നമുക്ക് വിലയിരുത്താൻ സാധിക്കണം. വിലയിരുത്തുക മാത്രമല്ല, ആ അർത്ഥത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അങ്ങനെയാണ് യഥാർത്ഥ മുഅ്മിനുകളായി നമുക്ക് മാറാൻ സാധിക്കുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്തരം ആളുകളുടെ പ്രത്യേകത അവരുടെ ലൈഫിലുള്ള ഒരു കോൺഫിഡൻസ് ലെവല് എങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നത്, ഇത്തരം ആളുകൾ അവരുടെ ലൈഫിലെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ബന്ധങ്ങൾ, അവരേറ്റവും മഹത്തരമായി കാണുന്ന ആളുകൾ, അതിലൊക്കെ ആരെ കാണും? പടച്ചവനുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അല്ലാഹു പറയാണ്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. അവരെപ്പോഴും ആരുടെ കൂടെ ഉണ്ടാവുക? അല്ലെ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് നോക്കിയാൽ മതി. നമ്മൾ ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുടെ കൂടെ നമ്മൾ നടക്കും, അല്ലെ? ഇനി നടക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. അള്ളാഹു പറയാണ്, അവരുടെ വലിയ അള്ളാഹു റസൂലുമാണ്. വല്ലദീന ആമനു, വിശ്വാസികളാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാ വഹും റാക്കിഊൻ. നോക്കണം കേട്ടോ, നമസ്കാരം നിലനിർത്തുന്ന, സകാത്ത് കൊടുക്കുന്ന, റുക്കൂ ചെയ്യുന്ന ആളുകൾ. വമൻ യതവല്ലല്ലാഹു വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെയും വിശ്വാസികളെയും തങ്ങളുടെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന ആളുകൾ, അവരെ അതിജയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ഹിസ്ബാണ് വിജയിക്കുക എന്ന് പറഞ്ഞാല്, അങ്ങനെ ജീവിതത്തിലെ തങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ഒരു സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കില്ല. ലൈഫിന് ഒരു 360 ഡിഗ്രിയിൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? പടച്ചവനുമായി, അവന്റെ ഇഷ്ടവുമായി കണക്ട് ചെയ്തായിരിക്കും. എന്റെ അള്ളാഹു പറയുന്ന ഒരു കാര്യം, ഇത്രയും വാഗ്ദാനങ്ങൾ നൽകി, ചരിത്രത്തിൽ എത്രയോ തെളിവുകൾ നൽകി, അല്ലെ? ഖുർആന്റെ ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്ക്. ഖുർആൻ മൊത്തത്തിൽ നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങളുടെ വശങ്ങളൊക്കെ പറയുന്ന ആകെ ഒരു 2 to 3%, 2-3% ഉള്ളൂ. നല്ലൊരു ശതമാനം ചരിത്രം പറയാണ്. എന്ന് പറഞ്ഞാൽ ആ ചരിത്രം പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം എന്താ? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹിസ്ബാണ്, അള്ളാഹുവിനോട് ചേർന്ന് നിന്നവരാണ് വിജയിച്ച ആളുകൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നാളെ പരലോകത്ത് എന്തായിരിക്കും? അവർ തന്നെയായിരിക്കും. എന്നാൽ അള്ളാഹു ഈ ആയത്തിന് തൊട്ട് മുമ്പ് പറയുന്ന ഒരു കാര്യം, ഇതിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാലേ അള്ളാഹ്ക്ക് ഒന്നും കിട്ടാനില്ല, മറിച്ച് നന്മ നിങ്ങൾക്ക് മാത്രമാണ്. ഇനിയും നിങ്ങൾ വരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അള്ളാഹു പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു. ഇതൊരു വാണിംഗ് ആണ്. വിശ്വസിച്ചവരെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ദീനിലെത്തിയതിനു ശേഷം അതിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് ഞാൻ കാഫിറാണെന്ന് പ്രഖ്യാപിക്കുന്നില്ല, ദീനിലെത്താൻ അവസരം കിട്ടി അതിലേക്ക് പൂർണ്ണമായി ചേരാത്ത ആളുകള്, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബൂനഹും വയുഹിബ്ബൂനഹു. അള്ളാഹു എന്താ ചെയ്യാന്നോ? അള്ളാഹു വേറെ ആളുകളെ കൊണ്ടുവരും. അവരുടെ പ്രത്യേകത എന്താ? അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരാണ്, അവരെ പടച്ചവന് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു സമൂഹത്തെ അള്ളാഹു എന്ത് ചെയ്യും? മാറ്റിക്കൊണ്ടുവരും. അതില്ലത്തിൻ അലൽ മുഅ്മിനീൻ. അവരുടെ പ്രത്യേകത എന്താണോ? അവർ മുഅ്മിനീങ്ങളോട് വിനയാന്വിതരായിരിക്കും. എന്ന് പറഞ്ഞാല് വിശ്വാസികളോട് അവർക്ക് വല്ലാത്ത സ്നേഹം ഉണ്ടാകും, അവരുടെ ഭയങ്കര കാരുണ്യം ഉണ്ടാകും, അവരുടെ കാര്യങ്ങളിൽ കൺസേൺഡ് ആയിരിക്കും. ഫലസ്തീനിൽ എന്ത് സംഭവിക്കുന്നു, സുഡാനിൽ എന്ത് സംഭവിക്കുന്നു, വിശ്വാസ സമൂഹം എന്താ അനുഭവിക്കുന്നത്, ഇതിനെക്കുറിച്ച് അവർ ആലോചിക്കും, അവർ ചിന്തിക്കും, അവർക്കതിൽ വേദന ഉണ്ടാകും. തങ്ങളാൽ കഴിയുന്നവർ ചെയ്യും. ആ ഇസ്സത്തൻ അലൽ കാഫിരീൻ, നിഷേധികളോട് ഇസ്സത്തുള്ള ആളുകൾ, എന്നാൽ മോശമായി പെരുമാറുന്നവരല്ല, മറിച്ച് നിഷേധത്തിന്റെ മുമ്പിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ആളുകൾ. ബിസിനസ് ചെയ്യുമ്പോഴാകാം, ഡീൽ ചെയ്യുമ്പോഴാകാം, കുറച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്യണം, അല്ലെ? നമ്മൾ കാണുന്നുണ്ടല്ലോ, അറബ് രാജാക്കന്മാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ദീനിന്റെ ഇസ്സത്ത് കളഞ്ഞു കുളിക്കുക. പലപ്പോഴും തോന്നാറുള്ളത്, ശത്രുപക്ഷത്തിന് വരെ തോന്നും, ഇവരെന്ത് ദീനെയാണ് പുറത്തുന്നത്, അവർ പുലർത്തുന്ന ദീനിനോട് പോലും കൂറില്ലാത്തൊരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹമാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഓരോ കാര്യങ്ങളും വരെ പരിശോധിച്ച് നോക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല യഖാഫൂന ലൗമത ലായിം. അങ്ങനെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആക്ഷേപം അവരെ നിരുത്സാഹപ്പെടുത്തുകയില്ല. പലരും പറയും, കുടുംബക്കാർ പറയും, പലരും കുറ്റപ്പെടുത്തും, അല്ലെ? വലിയ മുത്തൊക്കെ വന്നിരിക്കുന്നു, അല്ലെ? ഇങ്ങനെ പല ആക്ഷേപങ്ങൾ ഉണ്ടാകും, പക്ഷെ അതവരെ പിന്നോട്ടടിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകിയ ഫദ്ലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ അനുഗ്രഹമാണത്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ റിയാലിറ്റി നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈമാനിലേക്ക്, ഈമാന്റെ വഴിയിലേക്ക് റബ്ബ് നമ്മൾ എത്തിച്ചു. ഏറ്റവും വലിയ അനുഗ്രഹമാണത്. പക്ഷേ ആ മാർഗത്തിൽ എത്രത്തോളം നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമ്മുടെ ആത്മാർത്ഥം എത്രത്തോളമാണ്, അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥത്തിൽ യഥാർത്ഥ മുഅ്മിനുകളായി മാറാൻ നമുക്ക് സാഹചര്യം നമ്മൾ പരിശോധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളും മാറാൻ, ആത്മാർത്ഥമായ
റുക്കുകളും സുജൂദുകളും അള്ളാഹുവിന് സമർപ്പിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് അസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം.